നല്ല കായിട്ട് വെച്ച ബീഫും പോർക്കും മീനും ചിക്കനും കൂട്ടി അങ്കമാലി മാങ്ങാക്കറിയും കൂടിയുള്ള ഒരു നാടൻ അങ്കമാലി സ്റ്റൈൽ കല്യാണ തലേന്നൂണ് കഴിച്ചാലോ? ഐ എം നിമിഷ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു അങ്കമാലി മാങ്ങാക്കറി കൂട്ടി ഒരു ഊണ് കഴിക്കണം എന്നുള്ളത്. സോ അതിന് ഞാനിന്ന് എത്തിയത് അങ്കമാലി പോർക്കങ്ങാടി അഥവാ താടിക്കാരൻ്റെ ടച്ചിങ്സ് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലാണ്. ലൊക്കേഷൻ വരുന്നത് അങ്കമാലിയിലെ ചേട്ടുങ്ങൽ ബാർ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ ടിപ്പിക്കൽ അങ്കമാലി ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. പോർക്ക്, ബീഫ് എല്ലാം ഉണ്ട്. ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത് അങ്കമാലി കല്യാണ തലേന്നൂണാണ്. അധികം ഫാൻസി ഒന്നും അല്ലാത്ത ഒരു സാധാരണ റെസ്റ്റോറൻ്റ് ആണിത്. സോ കയറിയപ്പോൾ തന്നെ സീറ്റ് കണ്ടുപിടിച്ച് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ആൻഡ് ഇതാണ് നമ്മുടെ അങ്കമാലി കല്യാണ തലേന്നൂണ്. ഇതൊരു പ്ലേറ്റ് പോലെയാണ് അവർ സെർവ് ചെയ്യുന്നത്. ഓൾറെഡി എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടാവും. പ്ലേറ്റ് വെച്ചതിന് ശേഷമാണ് അങ്കമാലി മാങ്ങാക്കറി സെർവ് ചെയ്യുന്നത്. ഈ കോംബോയിൽ പോർക്ക് ഫ്രൈ, ബീഫ് കായിട്ട് വെച്ചത്, കപ്പയും മീനും, ചിക്കൻ ഫ്രൈ, പിന്നെ ചെമ്മീൻ പൊടി, ഇതൊക്കെയാണ് നോൺ വെജ് ഐറ്റംസ് വരുന്നത്. ബാക്കിയൊക്കെ സദ്യയിൽ വരുന്ന പോലെ ശർക്കര വരട്ടി, ഉപ്പേരി, പപ്പടം, അവിയൽ, ക്യാബേജ് തോരൻ, പിന്നെ ചെറിയൊരു കപ്പ് പായസം, അത്രയും. ആൻഡ് ഞാൻ ഓരോന്നോരോന്നായി കഴിച്ചു തുടങ്ങി. അങ്കമാലി കറി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇന്നാണ് ട്രൈ ചെയ്യാൻ പറ്റിയത്. എന്താ പറയുക, നല്ല മാങ്ങേൻ്റെ പുളിയും കുറച്ചൊരു സ്വീറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. പുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവുമായിരിക്കും. മെയിൻ ഹൈലൈറ്റ് മാങ്ങക്കറിയും ബീഫുമാണ്. നല്ല നാടൻ ഫ്ലേവർ, അടിപൊളി. പിന്നെ പോർക്ക് അടിപൊളിയല്ലേ? പോർക്ക് ഞാൻ കഴിക്കാറില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നാശം പറഞ്ഞു. അടിപൊളിയാണ്. ആൻഡ് ബീഫാണ് സ്റ്റാർ ഈ സദ്യയിൽ. പിന്നെ ഈ അങ്കമാലി മാങ്ങക്കറി അൺലിമിറ്റഡ് ആണ്. നമ്മൾ നോർമലി ഒരു സദ്യയൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മീൽസ് കഴിക്കുമ്പോൾ സാമ്പാറൊക്കെ തന്നുകൊണ്ടിരിക്കുമല്ലേ, അതേപോലെ കോമൺ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനിപ്പോൾ ഏകദേശം കഴിച്ചു കഴിയാറായി. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനാണെങ്കിൽ, നമ്മൾ അങ്കമാലി മാങ്ങക്കറി ഭയങ്കര ഫേമസ് ആയ ഒരു ഐറ്റമാണല്ലോ, ഈ തലശ്ശേരി ദം ബിരിയാണി, കോഴിക്കോട് ഹൽവ എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ അങ്കമാലി സൈഡ് വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ആൻഡ് ഈ അങ്കമാലി മാങ്ങക്കറി എന്ന് പറയുന്നത് മാങ്ങയുടെ ഒരു പുളിപ്പും കുറച്ചൊരു സ്വീറ്റൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചിലപ്പോൾ പുളി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, ബട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അതും സാധിച്ചു. ആൻഡ് ഐ ആം സോ ഹാപ്പി, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇത്രയും ഐറ്റംസ് ഇതിലുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 330 ആണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഈ ഒരു കോംബോയും പിന്നെ നോർമൽ അങ്കമാലി മാങ്ങക്കറി ഊണുമായിരുന്നു. എല്ലാം ഞാൻ ടേസ്റ്റ് നോക്കി, എക്സെപ്റ്റ് പോർക്ക്. പിന്നെ ബീഫ് എക്സലൻ്റ് ആണ്, അടിപൊളിയാണ്. പിന്നെ ഒരു ചെറിയ ചിക്കൻ പീസ് ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കപ്പ വിത്ത് മീൻ കറി, പിന്നെ നോർമൽ സദ്യയിൽ ഉണ്ടാകുന്ന പോലെ അച്ചാറും ക്യാബേജും സാലഡും ഒക്കെ. ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് എപ്പോഴെങ്കിലും അങ്കമാലി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, വർത്ത് ആണ്.